ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ താരം പച്ചമാങ്ങ. നമ്മൾ മാങ്ങ നല്ല ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിയാപ്പില, ഒരു 2 പച്ചമുളക് വട്ടത്തിൽ കീറിയിട്ടിട്ടുണ്ട്. ഈ മാങ്ങ നമ്മൾ കഴുകിയതിന് ശേഷം ഒരു ഉണക്ക തുണി വെച്ച് നമ്മളത് നല്ലതുപോലെ കോട്ടൺ തുണി വെച്ച് തുടച്ചതിന് ശേഷമാണ് ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് പൂത്തു പോവുക. നമ്മൾ വെള്ളം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നേ ഇല്ല. നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നമ്മുടെ മാങ്ങ അച്ചാർ പൂത്തു പോകത്തേ ഇല്ല. ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലതിൽ ഉപ്പ് ചേർന്ന അച്ചാർ പൊടിയുണ്ട്. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് 5 വെളുത്തുള്ളി അല്ലി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കരിയാപ്പില, ഒരു കഷ്ണം കുറച്ച് മുഴുപ്പുള്ള ഒരു ഇഞ്ചി കൊത്തി കൊത്തി അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അതിലേക്കും കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് വേണം. ആ കുരുമുളക് നമുക്ക് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അച്ചാർ ഇട്ട് കഴിയുമ്പം ഈ ഒരു കുരുമുളക് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ അച്ചാർ പൊടിയിൽ ഉപ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ആ ഉപ്പ് പോരാ അച്ചാറിനേക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. എനിക്ക് സ്പൂൺ വശമൊന്നുമില്ല, കൈ കൊണ്ട് ഇടുന്ന എനിക്ക് വശം കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അവിടെ ഇവിടെ എല്ലാം പറ്റാത്തടം കാണും, പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉലുവയും പൊട്ടിക്കാനിട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവയും കടുകും മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളകെല്ലാം ഇട്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചാർ, നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മുടെ ഈ താളിച്ച ഈ എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ള പരിപാടി, നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് എടുക്കണം. ഈ ഇളക്കുന്നതിലെല്ലാം അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം വേണേലും നമുക്ക് ഈ അച്ചാർ യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് ഇതൊന്ന് അടച്ച് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരുവം കണ്ടോ ഗൈസ്? ഇതാണ് അച്ചാർ. ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് അച്ചാർ ഇട്ട് നോക്കിയേ. നല്ല കറുമുറ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.